കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത് 225 ആണ് അല്ലേ? 225 and 226 ജസ്റ്റ് പറഞ്ഞു നിർത്തി. 225 എന്ന് പറയുന്നത് പഴയ 202 ആണ്. 202 2-3 കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. അതായത് ഈ 223 തൊട്ട് 226 വരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു when a private complaint is filed before a magistrate, what are the actions which can be done by the magistrate? Suppose a complaint is filed before a magistrate. What are the various steps or various actions which can be taken by a magistrate? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചുകൊണ്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? സ്റ്റെഫിക്കൊന്ന് പറയാമോ? എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു കാര്യം പറയുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് പറയുക. സ്റ്റെഫി ഉണ്ടോ? അതായത് സപ്പോസ് എ കംപ്ലൈന്റ് ഈസ് ഫയൽഡ് ബിഫോർ എ മജിസ്ട്രേറ്റ്, റിട്ടൺ കംപ്ലൈന്റ് എന്ന് കൂട്ടുക. കംപ്ലൈന്റ് ഇൻ റൈറ്റിംഗ് ഫയൽഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. വേരിയസ് സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു. അതിൽ ഒരു സ്റ്റെപ്പ് പറയുക. ഏതെങ്കിലും ഒരെണ്ണം. സർ, കംപ്ലൈന്റിനെ ഓത്തിൽ എക്സാമിൻ ചെയ്യാം. ഓറൽ എക്സാം ചെയ്യാം, പക്ഷെ അതിന് വേറെ എന്തെങ്കിലും പേര് പറയൂ. ഓറൽ എക്സാം ചെയ്യാമെന്ന് പറയുന്നതിനേക്കാൾ വേറൊരു ഓത്ത് എടുത്ത് എക്സാമിൻ upon oath. അത് ശരിയാണ് പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പൊരു കാര്യം ചെയ്യണം, എന്നാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റ് ആയിരിക്കണം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കുക. ഒരു കംപ്ലൈന്റ് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി, റിട്ടൺ കംപ്ലൈന്റ് ഹാജരാക്കി. ആ മജിസ്ട്രേറ്റിന് ആ കംപ്ലൈന്റിന് പുറത്ത് എന്തൊക്കെ ലീഗലായി ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പൊ നമ്മള് ഞാനൊരു നിങ്ങൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കാൻ ഞാൻ, അതായത് സപ്പോസ് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എന്ന് കരുതുക കോടതി മുമ്പാകെ. മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ബെയിൽ ആപ്ലിക്കേഷൻ തള്ളാൻ പറ്റും, അല്ലേ? ബെയിൽ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പൊ ലീഗലായിട്ട് ഒരു കംപ്ലൈന്റ്, എന്ത് കംപ്ലൈന്റ് ആണെന്നൊന്നും ഞാൻ പറയണില്ല, ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ നമ്മുടെ BNSS പ്രകാരം എന്തൊക്കെ ആക്ഷൻ ആണ് മജിസ്ട്രേറ്റിന് ചെയ്യാൻ കഴിയുക? കോഗ്നിസൻസ് എടുക്കാം. ഒരു പോയിന്റ് പറഞ്ഞു, കോഗ്നിസൻസ് എടുക്കാം. ഇനി അനീഷ പറഞ്ഞത് പൂർത്തീകരിക്കും. വേറൊരു ഓപ്ഷൻ എന്താ? അനീഷ് ബാബു പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ?
മനസ്സിലായി സാർ. ഒരുപാട് അപ്പോ ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറഞ്ഞു കോഗ്നിസിസ് എടുക്കാം. കോഗ്നിസിസ് എടുക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ കോഗ്നിസിസ് എടുക്കാം. അതൊരു ഓപ്ഷൻ. ജൂറിസ്ഡിക്ഷൻ ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം അല്ലെ, വിത്ത് എ ഡയറക്ഷൻ ടു പ്രസന്റ് ബിഫോർ ദ പ്രോപ്പർ കോർട്ട്. അത് വേറൊരു ഓപ്ഷൻ. ഇനി സ്റ്റെഫി പറഞ്ഞു തീർത്തില്ലല്ലോ. സാർ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, സിഗ്മ. ഈ പറഞ്ഞത് പറയരുത്, ഈ പറയാത്തത് പറയണം. സാർ എനിക്കിന്ന് തീരെ വയ്യ സാർ. തീരെ വയ്യ. അതൊരു ഓപ്ഷനാണ്. തീരെ വയ്യെങ്കിൽ ലീവ് എടുത്ത് കംപ്ലൈന്റ് വരുമ്പോൾ തീരെ വയ്യെങ്കിൽ കാളോണെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. സോറി സാർ. ശരി. ഇത് കേൾക്കാമല്ലോ, കേൾക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ കേൾക്കുന്നുണ്ട് സാർ. എനിക്ക് എന്താ പറയാ ഭയങ്കര തലവേദന. ഒരു രക്ഷയില്ല. നോ പ്രോബ്ലം. യെസ്. ഇനി അടുത്ത എന്താ സഫിയ? സർ ഫോർവേഡ് ചെയ്യാം. എന്തിന് ഫോർവേഡ് ചെയ്യാം? എങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം? SHOക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫോർവേഡ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ ഫോർവേഡ് ചെയ്യാം. ദെൻ 3 എണ്ണമായി. ഇനി നജിയ. സാർ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാം. കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാം. എപ്പോ ഡിസ്മിസ് ചെയ്യാം? പ്രൊസീഡിംഗ് ദർ ഇസ് നോ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഫോർ പ്രൊസീഡിംഗ് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റീസണബിൾ കാര്യമുണ്ടെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. ഓക്കെ. പ്രൊവിഷൻ ഏതാണ്? 226 ആണ് കേട്ടോ. അപ്പൊ ഡിസ്മിസ്ഡ് അണ്ടർ സെക്ഷൻ 226. ദെൻ ഇനി ആരാ? ഇനി ആദിത്യ ലക്ഷ്മി പറഞ്ഞോ? ഒരു ഇൻക്വയറി കണ്ടക്ട് ചെയ്യും. ഇൻക്വയറി ബൈ ഹിംസെൽഫ്. എൻക്വയറി എങ്ങനെ? ഇൻക്വയറി ബൈ ഹിംസെൽഫ് ബൈ ദ കോർട്ട്. കോടതിക്ക് തന്നെ എൻക്വയറി ചെയ്യാം. അല്ലെങ്കിൽ പോലീസിന് ഫോർവേഡ് ചെയ്യാം. ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റ് വേർഡ് പറയണം. ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം അല്ലെ? ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം. ഓക്കെ. ദെൻ അനന്തകൃഷ്ണൻ, what is the purpose of that enquiry and investigation? What is the purpose of that investigation? പർപ്പസ് ജൂറിസ്ഡിക്ഷന് പുറത്താണെങ്കിൽ അക്യൂസ്ഡ് ജൂറിസ്ഡിക്ഷൻ അല്ല, ചോദ്യം ചോദിച്ചാല് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാമെന്നോടെ പറഞ്ഞു. ആ ഇൻവെസ്റ്റിഗേഷന്റെ പർപ്പസ് എന്താ? സഫിഷ്യന്റ് ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അറിയാൻ പ്രൊസീഡ് ചെയ്യാൻ. To decide whether there is any sufficient ground to proceed against the accused. ഓക്കെ. ഇനി എന്തൊക്കെ ചെയ്യാം? ഇനി ആരാ പറയാത്തെ? ഇനി ഈ പറഞ്ഞ അത്രയും കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയാവോ? പറയാത്തത്? അക്യൂസിന് നോട്ടീസ് അയക്കാം. കംപ്ലൈന്റ് സമ്മൻസ് അയക്കാം. അക്യൂസിന് സമ്മൻസ് അയക്കാം. റിജക്ട് ചെയ്യാം. റിജക്ട്, അതായത് കംപ്ലൈന്റ് നോക്കിയിട്ടൊന്നും ഇല്ല, ഇൻഗ്രീഡിയന്റ് ഒന്നും ഇല്ല എങ്കിൽ കംപ്ലൈന്റ് റിജക്ട് ചെയ്യാം അല്ലേ? റിജക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ഓർഡറിലങ്ങ് പോയാല് ഏറ്റവും ആദ്യം പറയേണ്ട ഏതാ? കംപ്ലൈന്റ് റിജക്ട് ചെയ്യാം. നോക്കിയപ്പോൾ കംപ്ലൈന്റ് നോക്കുന്ന സമയത്ത് കോടതിക്ക് തോന്നുകയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് തോന്നിയാൽ ഇൻവെസ്റ്റിഗേഷൻ അയക്കാം. ഏത് പ്രൊവിഷൻ പ്രകാരമാ? അതാ 175(3) അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ അയക്കാം. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ അയക്കുന്നില്ല, മജിസ്ട്രേറ്റ് റിജക്ട് ചെയ്യുന്നില്ല, മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റിഗേഷൻ അയക്കുന്നില്ല. പിന്നെന്താ ഓപ്ഷൻ? പിന്നെ ഇതിനകത്ത് ഒരു പ്രൊസീഡ് ചെയ്യേണ്ട മാറ്റർ ഉണ്ട് എന്ന് തോന്നിയാൽ എന്ത് ചെയ്യാം? കോഗ്നൈസൻസ് എടുക്കാം. അതൊരു ഓപ്ഷൻ ആണല്ലോ. അങ്ങനെ കോഗ്നൈസൻസ് എടുത്താൽ പിന്നെന്താ ചെയ്യേണ്ടത്?
കംപ്ലൈന്റിനെ വിസ്തരിക്കാം, ഓത്തിൽ വിസ്തരിക്കാം, സാക്ഷിയെ വിസ്തരിക്കാം. ഇനി എന്താ പ്രശ്നം? സപ്പോസ് ഇനി അടുത്ത ഓപ്ഷൻ എന്താ? അടുത്ത ഓപ്ഷൻ സപ്പോസ് ദി അക്യൂസ് ഈസ് റിസൈഡിങ് നോട്ട് വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദാറ്റ് കോർട്ട്. അപ്പൊ എന്ത് ചെയ്യണം? കണ്ടക്ട് ആൻ എൻക്വയറി ബൈ ഹിംസെൽഫ് ഓർ ടു ഓർഡർ ആൻ ഇൻവെസ്റ്റിഗേഷൻ ബൈ എ പോലീസ് ഓഫീസർ ഓർ എനി അതർ പേഴ്സൺ. അല്ലെ? ആസ് ഹി തിങ്സ് ഫിറ്റ്. അത് ചെയ്യാം. അതിന്റെ പർപ്പസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? അത് ഇറ്റ് ഈസ് ആൻ എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ് ആണ്. ഇറ്റ് ഈസ് എ ഹെൽപ്പ് ടു ദ മജിസ്ട്രേറ്റ്. എന്തിനാ? ടു ഡിസൈഡ് വെദർ there is any sufficient ground to proceed against the accused. അപ്പോ അത് അത്രയും കഴിഞ്ഞപ്പോൾ ഇനി 2-3 അതിനകത്ത് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്താണ്? സപ്പോസ് അപ്പൊ നമ്മൾ മജിസ്ട്രേറ്റിന്റെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഇനിയും മജിസ്ട്രേറ്റിന് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഒഫൻസ്. If the offense is exclusively triable by court of session, അപ്പം ഒരു ബാർ പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താ ബാറ്? No investigation under section 225 shall be ordered if the offense is exclusively triable by court of session. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇനി എക്സ്ക്ലൂസീവ്ലി ബൈ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ ഒരു ബാർ ഇവിടെ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു, ഇനി ചെയ്യേണ്ടതായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? അതെന്താ പറഞ്ഞത്? മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട്? വിറ്റ്നസിന് എക്സാം ചെയ്യണമെന്നല്ല, അത് ചെയ്യണമല്ലോ. സോൺ സ്റ്റേറ്റ്മെന്റ് എന്താ? സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? കംപ്ലൈന്റിന്റെ സോൺ സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ടേ? അതല്ലെങ്കിലും എടുക്കണമല്ലോ. ഏത് ഒഫൻസ് ആണെങ്കിലും എടുക്കണ്ടേ? എക്സ്ക്ലൂസീവ് ട്രയൽ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ there is a duty cast upon the magistrate. എന്താണത്? കമ്മിറ്റലാണോ സർ? എന്താ? ക്ലിയർ ആയില്ല. അതോട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കമ്മിറ്റലാണോ സർ? കമ്മിറ്റലാണോ? കമ്മിറ്റല്ല, കമ്മിറ്റൽ ആയില്ല. കമ്മിറ്റലൊക്കെ പിന്നീടാണ്. വിറ്റ്നസസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആയിട്ട് കംപ്ലൈന്റിനെ ഡയറക്റ്റ് ചെയ്യണം. അതല്ലേ പറഞ്ഞേ. അതായത് ഡ്യൂട്ടി ഓഫ് ദ മജിസ്ട്രേറ്റ് എന്താണ്? ടു ഡയറക്ട് ദ കംപ്ലൈനന്റ് ടു പ്രൊഡ്യൂസ് ഓൾ ദ വിറ്റ്നസസ് മെൻഷൻ അലോങ് വിത്ത് ദ കംപ്ലൈന്റ്. മനസ്സിലായില്ലേ? ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് പറഞ്ഞില്ലായിരുന്നു, മറന്നുപോയാ? അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് ഞാൻ പറഞ്ഞായിരുന്നില്ല. സൈറ്റേഷൻ പറഞ്ഞില്ല, കേസിന്റെ പേര് ഞാൻ പറഞ്ഞു. ശരിയാണോ സാറേ? ആർ ചാരിയാണോ? ആർ ചാരിയാണോ സാറേ? ആർ ചാരി ഒന്നുമല്ല. ആർ ചാരി ഒക്കെ കോഗ്നിസൻസിനെ കുറിച്ചിട്ടാണ്. പി ജെ കുര്യൻ. പി ജെ കുര്യന്റെ കേസില് പിന്നെ അതായത് സൂര്യനെല്ലി കേസില്ലേ? സൂര്യനെല്ലി കേസ് എന്ന് കേട്ടിട്ടില്ലേ? സൂര്യനെല്ലി കോടതി എന്നൊരു കോടതി ഉണ്ടോ കോട്ടയത്ത്? സൂര്യനെല്ലി കോടതി എന്ന അതിന്റെ പേര്, അഡീഷണൽ ജില്ലാ കോടതി. അപ്പൊ ഈ സൂര്യനെല്ലി കേസില് പിന്നെ ഈ പോലീസ് ചാർജ് കേസില് അദ്ദേഹം പ്രതിയില്ലായിരുന്നു. അപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. അതിലെ വിക്ടിം അദ്ദേഹത്തിനെതിരായിട്ട്.
അപ്പോൾ ഒഫൻസ് വരുന്നത് എന്തുവാ, എക്സ്ക്ലൂസീവ് ട്രയബിൾ കോർട്ട് ഓഫ് സെഷൻ ആണ്. അതില് ഒരു 5-8 സാക്ഷികളെ അവര് സാക്ഷ്യപ്പെട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ സാക്ഷ്യപ്പെട്ടി ഉൾപ്പെടുത്തിയ സമയത്ത് വാദിയും പിന്നെ കുറെ സാക്ഷികളും ഉണ്ട്. പക്ഷെ കോടതിയിൽ വാദിയെയും 2-3 സാക്ഷികളെയും മാത്രമേ മൊഴിയെടുത്തുള്ളൂ. അങ്ങനെ മൊഴിയെടുത്തതിന് ശേഷം കോടതി എന്ത് വെച്ചെന്നാൽ എൻക്വയറിയുടെ റിസൾട്ട് വെച്ചിട്ട് അത് പിന്നെ പ്രോസസ് ആക്കാൻ തീരുമാനിച്ചു. അതായത് CP ആയിട്ട് ഫയലെടുത്തു പ്രോസസ് ആക്കാൻ തീരുമാനിച്ചു. ആ പ്രോസസ് ആക്കാൻ തീരുമാനിച്ചതിനെതിരെ അതിലെ പ്രതി, അതായത് ഇദ്ദേഹം പിന്നെ ഹൈക്കോടതി പോയി അത് കോഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ 202 അന്നത്തെ 202 ക്ലോസ് പ്രൊവൈസോ നോട്ട് കംപ്ലൈൻഡ്, അതായത് ഇപ്പോഴത്തെ 225 അത് കംപ്ലൈ ചെയ്ത് 225 പ്രൊവൈസോ കംപ്ലൈ ചെയ്തില്ല എന്നായിരുന്നു. എന്താ പറയുന്നത് കംപ്ലൈന്റ്? ഇഫ് ദി ഒഫൻസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ, the magistrate shall direct the complainant to produce all the witnesses. അവരുടെ മൊഴിയെടുക്കാൻ, എല്ലാ സാക്ഷികളുടെയും മൊഴിയെടുക്കാൻ വാദിയെ ഡയറക്റ്റ് ചെയ്യണം മജിസ്ട്രേറ്റ്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചെന്നാല് അവിടെ അങ്ങനെ ഒരു ഡയറക്ഷൻ മജിസ്ട്രേറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ 2 സാക്ഷികളും 3 സാക്ഷികളുടെ മൊഴിയെടുത്തുള്ളൂ, ബാക്കിയുള്ളവരുടെ മൊഴിയെടുത്തില്ല. അപ്പൊ കോടതി കണ്ടെന്ന് വെച്ചെന്നാല് വാദിയുടെയും ഈ 3 സാക്ഷികളുടെയും മൊഴിയിൽ നിന്ന് തന്നെ ഒരു കേസുണ്ടെന്ന് കോടതി കണ്ടു. പിന്നെ ഫർദർ ആയിട്ട് സാക്ഷികളുടെ സെയിം പോയിന്റ് ഒക്കെ ആയിട്ടുള്ള സാക്ഷികളായിരിക്കാം. അതുകൊണ്ട് അത് പിന്നെ അത് കോടതി ചലഞ്ച് ചെയ്തു. അത് ഈ 202 ക്ലോസ് ടു പ്രൊവൈസോയുടെ വയലേഷൻ ഉണ്ടെന്നായിരുന്നു അതിനകത്തെ ആർഗ്യുമെന്റ്. മനസ്സിലായില്ലേ? കാരണം അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. അപ്പൊ അതില് കോടതി പറഞ്ഞത്, അത് ദോ ഇറ്റ് ഈസ് മെൻഷൻഡ് ആസ് എ മാൻഡേറ്ററി തിങ് ദാറ്റ് വിൽ നോട്ട് അഫക്ട് ദി കേസ് ഓഫ് ദ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ ഉണ്ടെങ്കിലും അത് അങ്ങനെ എല്ലാ സാക്ഷികളെയും ഹാജരാക്കിയില്ല എന്നതുകൊണ്ട് ഉള്ള തെളിവിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു കോടതി, അതായത് അതിന്റെ പർപ്പസ് എന്താണ്? എല്ലാ സാക്ഷികളെയും മൊഴിയെടുക്കണം എന്ന് പറയാനുള്ള അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം സാധാരണ പോലീസ് റിപ്പോർട്ടിലാണെങ്കിൽ, അതായത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കേസിലാണെങ്കിൽ സാക്ഷികളൊക്കെ നേരത്തെ തന്നെ അവരുടെ സാക്ഷികൾ സ്റ്റേറ്റ്മെന്റ് പോലീസുകാർ രേഖപ്പെടുത്തും. അപ്പൊ ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നാൽ ഇവിടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് പുറത്ത് എൻക്വയറി നടത്തുകയാണ്. അപ്പൊ അത് ട്രയലിൽ വരുമ്പോ ഈ പ്രതിഭാഗത്തിന്, അക്യൂസ്ഡിന് ഒരു ആൾ ഓഫ് സഡൻ ഒരു വിറ്റ്നസിനെ സാക്ഷി കൂട്ടി കിട്ടിയാൽ അയാൾ എന്താ പറയണമെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ല. അതിനുകൊണ്ടാണ് എല്ലാ സാക്ഷികളുടെയും മൊഴി എടുക്കണം എന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നില്ല എങ്കിൽ, ചെയ്തില്ല എങ്കിൽ അത് പ്രതിക്ക്, ഡിഫൻസിന് കുറച്ചുകൂടെ ഫേവറബിൾ ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കേസ് തന്നെ കോഷ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ദോ ഇറ്റ് ഈസ് എ മാൻഡേറ്ററി തിങ്. അതിന്റെ ഫെയിലൂർ എന്ന് പറയുന്നത് ദി അക്യൂസ് ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡെവലപ്പിംഗ് ഹിസ് ഓർ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഹിസ് ഡിഫൻസ് എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഇതൊരു അത് PJ കുര്യന്റെ കേസിലാണ് കേട്ടോ പറഞ്ഞത്. അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ, എൻ്റെ ഒരു സൈറ്റേഷൻ ഉണ്ട് 2002. ഞാനൊന്ന് നോക്കിക്കോട്ടെ, അതാണോ ഒരു ഡൗട്ട്. അത് വേറൊരു കേസാണ്. 2000
പാർട്ട് 2 KLJ 24 എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതിനകത്ത് പറയണ ഇതാണ്, അതായത് at that stage the magistrate has to see whether there is evidence in support of the allegation made in the complaint or not whether the evidence is sufficient to warrant a conviction. The allegation discloses a criminal offense, the complaint cannot be dismissed even a civil remedy is available. The complaint has prima facie established that he has sustained injury. ഇതാണ് ഇതിനകത്ത് പറയണത്. ഞാൻ പറഞ്ഞ ഡിസിഷൻ അതല്ല, അതിന്റെ സൈറ്റേഷൻ ഞാൻ തരാം. ജസ്റ്റ് ഒന്ന് എനിക്ക് വെരിഫൈ ചെയ്യണം. കേസ് അതാണ്, PJ കുര്യന്റെ കേസിലാണ് പറയുന്നത്. അത് എന്റെ സൈറ്റേഷൻ ഒന്നുകൂടെ എനിക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിവേ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 225 പ്രൊവൈസോ അനുസരിച്ച് 1 പ്രൊവൈസോ അനുസരിച്ചിട്ട് ഇഫ് ഇതൊക്കെ ഒഫൻസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ കോർട്ട് ഓഫ് സെഷൻ ആണെങ്കിൽ 2 സെക്ഷൻ പറയുന്നുണ്ട്, ക്ലോസ് എ ആൻഡ് ക്ലോസ് ബി. ഒന്നൊരു ബാറാണ്, മറ്റൊന്ന് ഒരു പോസിറ്റീവ് കാര്യമാണ് ചെയ്യേണ്ടത്. അത് മനസ്സിൽ വിചാരിച്ചോളണം. അല്ല, എയും ബി എന്ന് പറയുന്നത് 2 ബാറുകളാണ്. ഒന്ന് എക്സ്ക്ലൂസീവ് ട്രയബിൾ കോർട്ട് ഓഫ് സെഷൻ ഒരു ബാറാണ്. എന്തിന്റെ ബാറാണ്? ഇൻവെസ്റ്റിഗേഷന് വിടാൻ പാടില്ല. മറ്റൊന്ന് പറയുന്നത് 223 അനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസുകളിൽ വാദിയെയും സാക്ഷിയെയും വിസ്തരിച്ചിട്ടില്ല എങ്കിൽ 202 എൻക്വയറിക്ക് 225 എൻക്വയറിക്ക് വിടാം, ഇൻവെസ്റ്റിഗേഷൻ വിടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ആദ്യം വന്നു, പിന്നെ വാദിയുടെ മൊഴിയെടുത്താൽ ഉടനെ തന്നെ 220 അല്ലെങ്കിൽ വാദിയുടെ മൊഴി എടുക്കാതെ കോഗ്നൈസൻസ് എടുത്തിട്ട് വാദിയുടെ മൊഴി എടുക്കാതെ 202 എൻക്വയറിക്ക് അല്ലെങ്കിൽ 225 എൻക്വയറിക്ക് വിടാൻ പാടില്ല. വാദിയെ സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം മാത്രമേ ആ ഇൻവെസ്റ്റിഗേഷന് വിടാൻ പറ്റുള്ളൂ. അതാണ് പ്രത്യേകത. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ 225 അനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു. ആ ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി directed to be conducted by a police officer or any such other person എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലോസ് 3 പറഞ്ഞ അയാൾക്ക് ഒരു പോലീസ് ഓഫീസറുടെ ഇൻവെസ്റ്റിഗേഷന്റെ പവർ ഉണ്ടാവും, എക്സെപ്റ്റ് ടു അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട്. അതാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ദെൻ ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ ഡിസ്മിസൽ ഓഫ് ദ കംപ്ലൈന്റ്. ആ ഡിസ്മിസൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ കണ്ടക്ടിങ് 202 എൻക്വയറി, എന്നിട്ട് ഡിസ്മിസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിസ്മിസൽ എപ്പോഴും ഒരു പോസ്റ്റ് കോഗ്നൈസൻ സ്റ്റേജിലുള്ള ഡിസ്മിസലാണ്. അപ്പൊ 226 ഡിസ്മിസൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എൻക്വയറി കണ്ടക്ട് ചെയ്യണം. അല്ലാതെ 226 ഡിസ്മിസൽ ഇല്ല. 200 എക്സാമിനേഷൻ, പിന്നെ സാക്ഷികളുടെ മൊഴി, എൻക്വയറി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ റിസൾട്ട്, ഇതെല്ലാം കൂടെ ചേർത്തെങ്കിൽ മാത്രമേ 226 ഡിസ്മിസൽ പറ്റുകയുള്ളൂ. അല്ലാതെ കോഗ്നൈസൻസ് എടുത്താൽ പിന്നെ വാദിയെ വിസ്തരിക്കുന്നതിന് മുമ്പ് ഡിസ്മിസൽ ഇല്ല. വാദിയെ വിസ്തരിച്ചിട്ട് വേണം ഡിസ്മിസ് ചെയ്യാൻ, അല്ലാതെ ഒരു സ്റ്റേജ് ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ 226 എന്താ പറയണത്? ഇഫ് ആഫ്റ്റർ കൺസിഡറിംഗ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ഓത്ത് ഇഫ് എനി ഓഫ് ദി കംപ്ലൈനന്റ് and of the witnesses and the result of the inquiry or investigation if any under 225, the magistrate is of opinion that there is no sufficient ground for proceeding, he shall dismiss the complaint, and every such case he shall briefly record his reasons for doing. അതായത് വാദിയുടെ മൊഴിയെടുത്തു, സാക്ഷികളുടെ മൊഴിയെടുത്തു, 202 എൻക്വയറിയുടെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റ് സാക്ഷികളുടെയൊക്കെ മൊഴിയെടുത്തു. എൻക്വയറി ഹിംസെൽഫ് ആണെങ്കിൽ അദ്ദേഹം മറ്റ് സാക്ഷികളുടെ മൊഴിയൊക്കെ പരിശോധിച്ചതിന് ശേഷം ഡിസ്മിസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒരു സ്പീക്കിംഗ് ഓർഡർ വേണം, അതിന്റെ കാരണം എഴുതണം. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം, തിരിച്ചുള്ള അർത്ഥം എന്താ?
ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? അല്ല, കോഗ്നൈസൻസ് എടുത്തുല്ലോ നേരത്തെ, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് എന്താണ്? പ്രതിക്കെതിരെ ഒരു പ്രോസസ് അയക്കണോ വേണ്ടയോ എന്നാണ് തീരുമാനിക്കേണ്ടത്. ഈ എൻക്വയറി തീരുമാനിക്കുന്ന എന്താണ്? കോഗ്നൈസൻസ് എടുത്തതിന് ശേഷം എൻക്വയറി തീരുമാനിക്കുന്നത് പ്രതിക്ക് ഒരു പ്രോസസ് ഇഷ്യൂ ചെയ്യണോ, പ്രോസസ് എന്ന് പറഞ്ഞാല് സമൻസ് ഇഷ്യൂ ചെയ്യണോ, അല്ല സമൻസ് ഇഷ്യൂ ചെയ്യണ്ടായോ. സമൻസ് ഇഷ്യൂ ചെയ്യണ്ടായെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ സമൻസ് ഇഷ്യൂ ചെയ്യണം. ഞാനവിടെ പറയാൻ ശ്രമിച്ചത് വേറൊരു കാര്യമാണ്. അതായത് ഡിസ്മിസ് ചെയ്യണമെങ്കിൽ എന്താണ് റീസൺസ് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഡിസ്മിസ് ചെയ്യണമെങ്കിൽ സമൻസ് അയക്കണമെങ്കിൽ ആ റീസൺസ് എഴുതണം എന്ന് പറയുന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ സാധാരണഗതിയില് മജിസ്ട്രേറ്റന്മാര് ഈ ഇതെടുത്തു കഴിഞ്ഞെന്നല്ല, അതായത് വാദിയുടെ മൊഴിയും സാക്ഷികളുടെ മൊഴിയും ഒക്കെ എടുത്താല് ഓർഡർ എഴുതുന്നത് എങ്ങനെയാണ് സാധാരണ സമൻസ് അയക്കുമ്പോൾ എഴുതണമെന്ന് വെച്ചാല് ടേക്ക് ഓൺ ഫയൽ ആസ് ST അല്ലെങ്കിൽ CC ഓഫ് ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ സോ ആൻഡ് സോ ഇഷ്യൂ സമൻസ് ടു അക്യൂസ് എന്ന് പറഞ്ഞാല് അത് വായിച്ചാല് ഈ സമൻസ് അയച്ചതിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് അതേ സംബന്ധിച്ച് കോടതികൾ പറഞ്ഞത് ഒരു ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട എങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമൻസ് അയച്ചത് എന്ന് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഈ കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ചയോ കേരള ഹൈക്കോടതി ഒരു ഡിസിഷൻ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അത് പ്രോസസ് അയക്കുമ്പോൾ അതിന്റെ കാരണം വെച്ചാൽ എന്താണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 324 അല്ലെങ്കിൽ ഒരു 506(2) ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ഇതാണ് കേസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അതിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സാക്ഷികളുടെ മൊഴിയിൽ നിന്നും അല്ലെങ്കിൽ അന്യായത്തിൽ നിന്നും സാക്ഷിയുടെ മൊഴിയിൽ നിന്നും അതൊരു ഒഫൻസ് ഉള്ളതായിട്ട് മനസ്സിലായി. അങ്ങനെയെങ്കിലും എഴുതണം അറ്റ്ലീസ്റ്റ്. അതെങ്കിലും വലിയ വിശദമായിട്ടൊന്നും ജഡ്ജ്മെന്റ് ആയിട്ടൊന്നും എഴുതുകയൊന്നും വേണ്ട. ബട്ട് പ്രതിവാദിയുടെ കേസ് ഇതാണ്, സാക്ഷികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതൊരു പ്രൈമ വിഷയ കേസുള്ളതായിട്ട് ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു ബോധ്യപ്പെടലൂടെ എഴുതണമെന്നാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഡിസൈഡ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ ആ ഡിസിഷനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം അതിന്റെ ഹെഡ് നോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. എന്താണ് കോഗ്നൈസൻസ് എടുത്തതിന്റെ അർത്ഥം എന്നുള്ളത് സംബന്ധിച്ച് വീണ്ടും കൺഫ്യൂഷൻ ആകും. അത് നമുക്കിപ്പം അതിലേക്ക് അത്ര ഇതിലോട്ട് പോകണ്ട. ഈ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നതുകൊണ്ട് അത് ഈ പ്രൊവിഷൻ അനുസരിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മറ്റേ കുറച്ചുകൂടി നമ്മളൊരു പ്രാക്ടീസ് ഓറിയന്റഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പഴയ ഡിസിഷൻസ് ഒക്കെ ഒരുപാട് നോക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇപ്പൊ നമ്മൾ അത് അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അപ്പൊ ഇതിൽ 226 പറയുന്നത് ഡിസ്മിസലാണെങ്കിൽ ബ്രീഫായിട്ട് അതിന്റെ കാരണം എഴുതണം, റെക്കോർഡ് എഴുതണം എന്ന് പറയുന്നുണ്ട്. ഇല്ല. അതായത് any magistrate on receipt of the complainant offense of which he is authorized to take cognizance or which has been made over on total may, if he thinks fit and shall, if he thinks fit, എൻക്വയറി നടത്താം, വേണമെങ്കിൽ നടത്താം. if he thinks fit, വേണമെന്ന് തോന്നിയാൽ നടത്താം. എന്നാൽ ഷാൽ ഇൻ കേസ് വേർ ദ അക്യൂസ്ഡ് റിസൈഡിങ് ഔട്ട്സൈഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ എൻക്വയറി നടത്തണം. മനസ്സിലായില്ല? അത് വേറൊരു കാര്യമുണ്ട്. അതിനകത്തൊരു സംഗതി വെച്ചെന്നാല് എൻക്വയറി ഐദർ ഹിംസെൽഫ് എന്ന് പറയുന്നുണ്ട്. എൻക്വയറി ഐദർ ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് 2 സാക്ഷികളെ കൂടി ഹാജരാക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നെ എൻക്വയറി നടത്താം. എല്ലായിടത്തും ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് നിർബന്ധമില്ല. അത് ഓറാ ഐദർ എൻക്വയറി ഇൻ ദി കേസ് ബൈ ഹിംസെൽഫ് ഓർ ഡയറക്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഓറാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ആവശ്യമുണ്ടോ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു 132 മാറ്ററിൽ ഇത് വേണ്ട. 132 മാറ്ററിൽ പ്രതി ഔട്ട്സൈഡ് ജൂറിസ്ഡിക്ഷൻ ആണെങ്കിലും ഈ 225 എൻക്വയറി നടത്തണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ?
അപ്പൊ അത് ശ്രദ്ധിക്കണം അവിടെ. എന്താണ് ഇപ്പോ പ്രതി ആ കോടതിയുടെ അധികാര അതിർത്തിയിലാണ് താമസം എന്ന് കരുതുക. അധികാര അതിർത്തിയിലാണ് താമസം എന്ന് കരുതുക. മജിസ്ട്രേറ്റ് 225 എൻക്വയറിക്ക് പോസ്റ്റ് ചെയ്തു. ദർ ഈസ് നോ ഇല്ലീഗാലിറ്റി. കാരണം ആ കേസിൽ മജിസ്ട്രേറ്റ് തിങ്സ് ഫിറ്റ് ദാറ്റ് ആൻ എൻക്വയറി ഷുഡ് ബി കണ്ടക്ടഡ്. പുറത്താണെങ്കിലും അവിടെയാണ് ഷാല് വരണത്, മാൻഡേറ്ററി ആയിട്ട് നടത്തേണ്ടത്. അത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം. യെസ്, ഇനി ചാപ്റ്റർ 70 പോകുമ്പോൾ ഇതിന്റെ ബാക്കിയാ. എന്താണ് നേരത്തെ പറഞ്ഞ് 226 അനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഒന്നുമില്ല എന്ന് കണ്ടാൽ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞു. പ്രൊസീഡ് ചെയ്യാൻ ഉണ്ടെങ്കിലോ, അതാണ് 227 പറയുന്നത്. ഇഷ്യൂ ഓഫ് പ്രോസസ് ഇഷ്യൂ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഒന്ന് സൗഫിലൊന്ന് വായിക്കുവോ? വായിക്കാം സർ. 227 വായിക്കാം. Section 227, issue of process. Clause 1. If in the opinion of a magistrate taking cognizance of an offence, there is sufficient ground for proceeding and the case appears to be Clause A summons case, he shall issue summons to the accused for his attendance. Or B, a warrant case, he may issue a warrant, or if he thinks fit, a summons or causing the accused to be brought or to appear at a certain time before such magistrate, or if he has no jurisdiction himself, some other magistrate having jurisdiction, provided that. എടുക്കാൻ പറട്ടെ. അതായത് പ്രോസസ്സ് നമ്മൾ നേരത്തെ പ്രോസസ് ടു കമ്പൽ ദി അപ്പിയറൻസിൽ പഠിച്ചു. എന്താണ്, ഒന്ന് ആദ്യത്തെ സമൻസ് പഠിച്ചു, പിന്നെ വാറണ്ട് പഠിച്ചു. ഇതെല്ലാം പ്രോസസ് ടു ഫോർ ദി കമ്പലിംഗ് ദി അപ്പിയറൻസ് ബിഫോർ ദ കോർട്ടാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താന്ന് വെച്ചാല് മജിസ്ട്രേറ്റ് പിന്നെ വിചാരിക്കുകയാണ്, അതായത് ദർ ഈസ് ഗ്രൗണ്ട് ഫോർ പ്രൊസീഡ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ട്. 226 അപ്ലൈ ചെയ്യുന്നില്ല, പ്രൊസീഡ് ചെയ്യാൻ ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സമൻസ് കേസാണെങ്കിൽ ഹി ഷാൽ ഇഷ്യൂ സമൻസ് ടു ദ അക്യൂസ്ഡ്. എന്താ സമൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? What is mean by summons case? 2 years വരെ കൺവിക്ട് ചെയ്യാവുന്ന കേസാണ് സമൻസ് കേസ്. 2 years വരെ കൺവിക്ട് ചെയ്യാവുന്ന കേസാണ് സമൻസ് കേസ് ആണോ? ആരാ പറഞ്ഞത്? സഫീലാണോ? യെസ് സർ. എന്താ പറയുന്നു ആദിത്യ ലക്ഷ്മി? എന്ത് പറയുന്നു? വാറണ്ട് കേസ് അല്ലാത്തത് സമൻസ് കേസ് എന്നാണ് ഡെഫിനിഷൻ വരുന്നത്. വാറണ്ട് കേസ് എന്ന് പറയുമ്പോൾ ഡെത്തോ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ അപ് ടു 2 years വരെ പണിഷ്മെന്റ് കിട്ടാവുന്നതാണ് വാറണ്ട് കേസ്. ഫസ്റ്റ് ഷെഡ്യൂളിലാണ് അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് കോഗ്നിസബിൾ ഒഫൻസ് വാറണ്ട് എല്ലാം ഡെഫിനിഷൻ. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോ പിന്നെ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞത് 2 വർഷം വരെ 2 വർഷം വരെ കൺവിക്ട് ചെയ്യാവുന്ന കേസാണ് സമൻസ് കേസ് എന്നാണ് നേരത്തെ പറഞ്ഞത്. അത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. വാറണ്ട് കേസ് 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടുന്നത്. അപ്പം വാറണ്ട് കേസ് അല്ലാത്തതല്ല സമൻസ് കേസ്. അത് ശരിയാണ് സാർ. എങ്ങനെ എന്നോട് പറഞ്ഞേ? വാറണ്ട് കേസ് അല്ലാത്തതെല്ലാം സമൻസ് കേസ്. അത് മനസ്സിലായി. ആ വർഷം പറഞ്ഞതാണ് ഞാൻ ചോദിക്കണം ഒന്നുകൂടി. ഡെത്തോ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫോ അല്ലെങ്കിൽ അപ് ടു 2 years വരെ പണിഷ്മെന്റ് കിട്ടാവുന്നു.
2 ഇയേഴ്സിന് മുകളിൽ 2 ഇയേഴ്സിനും മുകളിൽ punishment കിട്ടും. സഫീല പറഞ്ഞതിനകത്ത് പണിഷബിൾ എന്ന വാക്കല്ല പറഞ്ഞത്. അതാണ് എനിക്ക് ഡൗട്ട് വന്നത്. സർ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് അതാ, പറഞ്ഞപ്പോ മാറിപ്പോയതാ. നമ്മള് ഈ ഡെഫിനിഷൻ പറയുമ്പോ ഇത് മാറിപ്പോകരുത്. ഇപ്പൊ 2 വർഷം വരെ കൺവിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 3 വർഷം വരെ ഉള്ള ശിക്ഷയുള്ള കേസിൽ നമുക്ക് 2 വർഷം കൺവിക്ട് ചെയ്യാം. അപ്പൊ പണീഷബിൾ വിത്ത് ആണ് പറയേണ്ടത് കേട്ടോ. നമ്മൾ വാക്ക് പറയുമ്പോ അവിടെ പണീഷബിൾ വിത്ത് 2 ഇയേഴ്സ് അങ്ങനെ പറയണം. കാരണം നമുക്കിപ്പോ ഒരു 3 വർഷമുള്ള കേസിൽ നമുക്ക് 1 വർഷം വരെ ശിക്ഷിക്കാൻ വേണമെങ്കിൽ 2 വർഷം ശിക്ഷിക്കാം, 2 വർഷം വരെ കൺവിക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പറയുമ്പോൾ പറയേണ്ടത് എന്താണ്? പണീഷബിൾ വിത്ത് 2 ഇയേഴ്സ്. 2 വർഷം വരെ പണീഷ് ചെയ്യാവുന്ന കേസുകൾ എല്ലാം സമൻസ് കേസാണ്. അങ്ങനെയുള്ള കേസാണെങ്കിൽ എന്താ ഇനി പറയണത്? ഷാൽ ഇഷ്യൂ സമൻസ്. മനസ്സിലായോ? ഇനി അടുത്തതാ. അപ്പൊ വാറണ്ടും കമ്പൽ പ്രൊഡക്ഷൻ ആണല്ലോ. അപ്പൊ അതിനെന്താ പറയണത്? വാറണ്ട് കേസിൽ സമൻസ് അയക്കാവോ? വാറണ്ട് കേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. വാറണ്ട് ട്രയൽ ആയിട്ട് വരുന്ന കേസുകളില്ലേ. ഉദാഹരണത്തിന് എന്താ പറയാ, പഴയ 324 ആണോ? 324 ഇപ്പോഴത്തെ 118 അത് വാറണ്ട് ട്രയലാണ്. ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു, വാദിയെ വിസ്തരിക്കുന്നു, സാക്ഷികളെ വിസ്തരിക്കുന്നു, കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ട് 226 ഇൻവോക്ക് ചെയ്യുന്നില്ല. അത് കോർട്ട് ഫൈൻസ് ദാറ്റ് there is ground to proceed against the accused. It is a warrant case. Whether the magistrate can issue a summons to the accused or whether the magistrate should issue a warrant. സമ്മൻസ് അയക്കാമായിരിക്കും. സമൻസ് അയക്കാൻ പറ്റും സർ. അയക്കാൻ പറ്റും. വാറണ്ട് അയക്കണം നിർബന്ധം ഇല്ല. അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ സർ. വാറണ്ട് അയക്കാമോ? വേണമെങ്കിൽ വാറണ്ട് അയക്കാമായിരിക്കും സർ. അങ്ങനെയാണോ ഉത്തരം പറയണത്? വേണമെങ്കിൽ വാറണ്ട് അയക്കാമായിരിക്കും എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടിയില്ല. പോട്ടെ, അതിലേക്ക് വരാം. സമൻസ് കേസ്, അതിൽ വാറണ്ട് അയക്കാമോ? നോ സർ. എനി അതർ പേഴ്സൺ? ഭാഗ്യലക്ഷ്മി അയക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? കണ്ടിന്യൂസ്ലി വരുന്നില്ലെങ്കിൽ വാറണ്ട് അയക്കാം. അല്ല, അപ്പിയറൻസിനാണ് സമൻസ്. ആദ്യത്തെ അന്യായം എടുത്ത് അതിന് ശേഷമുള്ള സാധനമാണ് പറയണത്. കണ്ടിന്യൂസ് ആ ക്വസ്റ്റ്യൻ ആയില്ല. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ സമൻസ് മാത്രമേ പറ്റൂ. അത്രേ പറ്റുള്ളൂ. യെസ്. എനി അതർ? എനി അതർ ആൻസർ? പറ്റും സർ. പറ്റും. അതെന്താ പറ്റുമെന്ന് പറയാൻ കാരണം? പഴയ ഒരു ക്ലാസ്സിൽ സാർ സെക്ഷൻ 19 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊരു ഓർമ്മ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ ഈ ആദ്യം പഠിച്ചതൊക്കെ മറന്നു പോവുകയാണല്ലോ. നിങ്ങളത് ഞാൻ ഇത് പറയല്ല, നിങ്ങളത് അത് വീണ്ടും അത് റിവൈൻഡ് ചെയ്ത് പഠിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വന്നാൽ നമ്മൾ ഇതിപ്പോ ഈ BNS തീരുമ്പോ നമ്മുടെ തലയിൽ ഒന്നുമില്ലാതെ വരും. സെക്ഷൻ 90 BNSS പഴയ 87.
വാറണ്ട് ഇൻ ലീവ് ഓഫ് സമൻസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സൗഫിയിലൊക്കെ ഏതാണ്ടൊക്കെ ഒരു ബ്ലർ ഐഡിയ ഉണ്ട് അല്ലേ? ഇങ്ങനെ പഠിച്ചതുപോലൊക്കെ തോന്നണം എന്ന് പറയുന്നത്. Yes, sir. അതായത് പഴയ 87 CRPs. ഞാനൊരു ഒരു ഇൻസ്റ്റൻസ് പറയാം, നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് പിന്നെ ഒരു 130 കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അന്ന് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ആദ്യകാലത്താണ്. അപ്പോ കോടതി ഫയൽ ചെയ്തപ്പോൾ ഈ എൻ്റെ കേസിലെ പ്രതി അയാള് വാദി എന്നോട് പറഞ്ഞു അയാൾ ഗൾഫിൽ പോകാൻ പോകണ്ട സാറേ, അതുകൊണ്ട് അയാൾ കോടതി വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഈ അന്യായം CMB ആയിട്ടാണല്ലോ ഫയൽ ചെയ്തത്. CMB നമ്പർ കിട്ടി CMB ആയിട്ട് ഫയൽ ചെയ്തു. CMB ആയിട്ട് ഫയൽ ചെയ്തപ്പോൾ കോടതി എന്തെന്ന് പറഞ്ഞാൽ ഇത് മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്, അന്ന് മൊഴി എടുക്കണം, അഫിഡവിറ്റ് ഇല്ല, എടുക്കാൻ വേണ്ടി 6 മാസം തള്ളി പോസ്റ്റ് ചെയ്തു. 4 സ്റ്റേറ്റ് കോഗ്നിസൻസ് എടുത്തു, 4 സ്റ്റേറ്റ്മെന്റ് 6 മാസം തള്ളി പോസ്റ്റ് ചെയ്തു. അപ്പൊ 6 മാസം തള്ളി പോസ്റ്റ് ചെയ്ത് നമ്മൾ കോടതി നനങ്ങിയപ്പോൾ വാദി പറഞ്ഞു സാറേ അയാൾ പോവും, അയാൾ പിന്നെ ഗൾഫിൽ പോകാൻ പോയുള്ളത്, 6 മാസം കഴിഞ്ഞ് എങ്ങനെ ശരിയാണ്, അയാൾ പോയി കഴിഞ്ഞ പിന്നെ കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ അടുത്ത പ്രതിക്ക് ഒരു അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തു, ഈ കാര്യം കാണിച്ചുകൊണ്ട് പ്രതി ഇങ്ങനെ ഗൾഫിൽ പോകാൻ പോയാണ്, അതുകൊണ്ട് അഡ്വാൻസ് ചെയ്തിട്ട് ഇത് പിന്നെ വാദിയുടെ മൊഴി എടുക്കണം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. കോടതി എന്ത് ചെയ്തെന്ന് വെച്ചെന്നാല് ഈ അഡ്വാൻസ് പെറ്റീഷൻ തള്ളിയ കാരണം പറഞ്ഞു ചെന്നാൽ there is no provision in CRPC to advance the matter എന്നായിരുന്നു തള്ളിയത്. അഡ്വാൻസ് ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞു. CRPC അഡ്വാൻസ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടോ? നിങ്ങൾ വക്കീലന്മാരല്ലേ, CRPC അഡ്വാൻസ് ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം സാർ, പേഴ്സണൽ അഭിപ്രായം ഇല്ലാന്ന്. അങ്ങനെ അഡ്വാൻസ് ചെയ്യാനുള്ള അഭിപ്രായം ഇത് CRPC ഇല്ലാന്ന്. നിങ്ങൾ ആരും അഡ്വാൻസ് ചെയ്യാൻ പെറ്റീഷൻ കൊടുക്കാറില്ലേ? സംഭവം കൊടുക്കാറുണ്ട്. അപ്പൊ ഏത് പ്രൊവിഷൻ വെച്ചിട്ടാണ്? പ്രൊവിഷൻ ഇല്ലാതെ സാധാരണ രീതിയിലൊക്കെ എഴുതാറുള്ള. ഞാൻ ഒരു കേസിലും ഡിസ്പ്യൂട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അഭിപ്രായം വെച്ചത് there is no provision in the CRPC to advance the matter എന്നായിരുന്നു എൻ്റെ റിവ്യൂ. പക്ഷെ മജിസ്ട്രേറ്റ് ഡിസെൻഡ് ചെയ്യാ ചെയ്ത് ഇതുകൊണ്ട് അതിനോട്. പക്ഷെ മജിസ്ട്രേറ്റ് അവിടെ പ്രൊവിഷൻ ഒന്നും പറഞ്ഞില്ല, ഡിസെൻഡ് ചെയ്തു, പക്ഷെ പ്രൊവിഷൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് എന്നോട് അഡ്വാൻസ് ചെയ്തിട്ട് പെറ്റീഷൻ ഇടാൻ പറ്റോളാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഇട്ടും ചെയ്തു, അത് ആലോചിച്ച് ഇതും ചെയ്തു. നജ്മലുണ്ടോ? നജ്മൽ ഇല്ലെന്നോ? 346 BNSS പുതിയതല്ലേ? പഴയതോ? 316 ആണ്. എന്താണ് അല്ല, മറ്റുള്ളവരത് അഭിപ്രായം പറയും. പിന്നെ മുഹമ്മദ് പറഞ്ഞ അങ്ങനെ പ്രൊവിഷൻ ഇല്ല എന്നാണ്. അതുപോലെ പ്രൊവിഷൻ യഥാർത്ഥത്തിൽ പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. യെസ്, പവർ ടു അഡ്ജോൺമെന്റ് ഇൻക്ലൂഡ്സ് ദി പവർ ടു അഡ്വാൻസ്. അതാണ്, അങ്ങോട്ട് അഡ്ജോൺ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കാനും പ്രൊവിഷൻ ഉണ്ടല്ലോ. അതാണ് ദാറ്റ് ഇസ് സെറ്റിൽഡ് ലോ. അതായത് പ്രൊവിഷൻ ഉണ്ട്, 309 ആണ്. അതായത് പവർ ടു അഡ്ജോൺ ഇൻക്ലൂസ്, അത് സബ്സിക്വന്റ് ആയിട്ട് അത് റിപ്പോർട്ടഡ് ഡിസിഷനാണ്. പവർ ടു അഡ്വാൻസ്, പവർ ടു അഡ്ജോൺ ഇൻക്ലൂസ് പവർ ടു അഡ്വാൻസ്. അപ്പോ ശരിക്കും കോടതി എന്റെ അഡ്ജസ്റ്റ്മെന്റിന് തള്ളി. അപ്പൊ ഞാൻ അതിനെതിരെ ഹൈക്കോടതി പോയപ്പോ ഒരു സംഗതി വെച്ചെന്നാല് ഹൈക്കോടതിയുടെ ഒരു റിപ്പോർട്ടഡ് ഡിസിഷൻ ഉണ്ട്. അതായത് ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് CMBയിൽ സോൺ സ്റ്റേറ്റ്മെന്റ് വേണ്ടിയിട്ട് ഇനോർഡിനേറ്റ് ഡിലേ പാടില്ല, നീട്ടി പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ഈ കേസിൽ 6 മാസമാണ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ഹൈക്കോടതി മൂവ് ചെയ്ത ഉടനെ ഹൈക്കോടതി പെട്ടെന്ന് എന്ത് വെച്ചാൽ രജിസ്ട്രിയോട് പറഞ്ഞു ആ കോടതിയിൽ നിന്ന് എത്ര കേസുകൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, ഏത് മൊഴിയെടുക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ കോടതി തന്നെ അടുത്ത ദിവസം വേറൊരു കേസിൽ വാദം വന്നിരിക്കുന്ന സമയത്ത് ഒരു 12 മണിയായ സമയത്ത് ബെഞ്ച് ക്ലർക്ക് പെട്ടെന്ന് ഒരു സ്ലിപ്പ് എഴുതി മേശയുടെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ബെഞ്ച് ഇറങ്ങി. ഞാൻ ചോദിച്ചപ്പോൾ ബെഞ്ച് ക്ലർക്ക് പറഞ്ഞു ഒരു 12:30 ആകുമ്പം ഹൈക്കോടതിയിൽ നിന്ന് വിളിക്കുമ്പം, അപ്പൊ അന്ന് സബ് കോടതിയിലെ ഫോണുള്ളൂ, നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി ഫോണില്ല.
അപ്പോൾ പറഞ്ഞു ഈ 12 മണിയാകുമ്പോൾ വിളിക്കും, അപ്പോൾ അവിടെ ചെന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞു ഈ എൻ്റെ കേസിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ കേസിൽ മാത്രമല്ല, അവിടെ ഒരു 400-450 CMPകൾ ഇങ്ങനെ ഈ സോഷ്യൽ ഇൻഡിപെൻഡന്റ്. അവസാനം കോടതി പറഞ്ഞു എല്ലാ കേസും സുമോട്ടോ അഡ്വാൻസ് ചെയ്തിട്ട് മൊഴിയെടുക്കാൻ പറഞ്ഞു. മനസ്സിലായില്ല. അങ്ങനെ എൻ്റെ കേസും അടുത്ത ദിവസത്തേക്ക് അഡ്വാൻസ് ചെയ്തപ്പോൾ മൊഴിയെടുത്തു, വാദിയുടെ മൊഴിയെടുത്തു. അപ്പോൾ കോടതി ചോദിച്ചു ആ മൊഴിയെടുത്തു ഇനി എന്താണ്? അപ്പോൾ ഞാൻ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്ത് പെറ്റീഷനാണ്? പെറ്റീഷൻ അണ്ടർ സെക്ഷൻ 87 CRPC stating that the accused is intending to leave India. So normally a summons issued that will not be successfully received. So അതുകൊണ്ട് എന്ത് ചെയ്യണം വെച്ചാൽ അയാൾക്കെതിരെ വാറണ്ട് അയക്കാൻ പറഞ്ഞു, ഇൻ ലിയോ സമൻസ്. അങ്ങനെ വാറണ്ട് അയച്ചു. അയാളെ അറസ്റ്റ് ചെയ്തു, പോലീസ് ജാമ്യത്തിൽ വിട്ടു. അടുത്ത വരിക്കാലം കോടതി അഡ്വാൻസ് ചെയ്ത് ജാമ്യം എടുത്തു. അപ്പൊ ഉറപ്പായി. അപ്പൊ ഈ 87 എന്ന് പറയുന്ന സാധനമാണ് ഇപ്പോഴത്തെ സെക്ഷൻ 90 എന്ന് പറയുന്നത്. അപ്പോ നമ്മളത് ആദ്യം പഠിച്ചത് ഒരു 5-8 ക്ലാസ് മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചത് മറന്നു പോകുമ്പോ അത് ശരിയാവില്ല കേട്ടോ. നമ്മൾ പഠിക്കുന്നതിന് യാതൊരു പ്രയോജനം ഇല്ലാതെ വരും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വരാം, എന്താണെന്നുള്ളത് പറയാം. അപ്പൊ ആദ്യത്തത് സമൻസ് കേസിൽ നിർബന്ധമായിട്ട് സമൻസ് അയക്കണം. എന്നാലേ അത് ഞാനിപ്പോ ചോദിക്കാൻ കാര്യമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനം ഒന്ന് എടുത്തു നോക്കിയേ. 227 ഏറ്റവും അവസാനത്തെ ക്ലോസ് 5 എന്ന് വായിച്ചേ. ഭാഗ്യലക്ഷ്മി എന്ന് വായിച്ചേ ക്ലോസ് 5. ഓക്കെ സർ. ആ 227 ക്ലോസ് 5. സർ ഒരു സെക്കൻഡ്. സർ ഇത് വേറെ ആരോടെങ്കിലും ഒന്ന് വായിക്കാൻ പറയാമോ? ശരി. അപ്പൊ അനീഷ് ഒന്ന് വായിച്ചേ. Okay, sir. Clause 5. Nothing in this section shall be deemed to affect the provisions of section 90. അതുകൊണ്ടാണ് അവിടെ എത്തണമെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അപ്പൊ പിന്നെ പെട്ടെന്ന് സെക്ഷൻ 90 പറയൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ എത്തണമെന്ന് ചോദിച്ചത്. സെക്ഷൻ 90 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു സമൻസ് കേസിൽ ഹി ഷാൽ ഇഷ്യൂ സമൻസ് എന്ന് പറഞ്ഞു, എന്നാൽ സെക്ഷൻ 90 ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ സെക്ഷൻ 90 പ്രകാരം ഈവൺ ഇൻ എ സമൻസ് കേസ്, അതായത് ഇത് മജിസ്ട്രേറ്റ് ഈസ് കോമ്പിറ്റന്റ് ടു ഇഷ്യൂ എ സമൻസ്, ആ കേസിലും ചില സന്ദർഭങ്ങളിൽ വാറണ്ട് അയക്കാം. അപ്പൊ സമൻസ് കേസിൽ നിർബന്ധമായിട്ടും സമൻസ് അയക്കണം എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 90 അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാറണ്ട് എങ്ങനെ പറയണം? വാറണ്ട് കേസില് ഹി മേ ഇഷ്യൂ വാറണ്ട് അയക്കാം. എന്നാൽ വാറണ്ടേ അയക്കാവോ നിർബന്ധമില്ല. ഇഫ് ഹി തിങ്സ് ഫിറ്റ് എ സമൻസ് ഫോർ കോസിംഗ് ദ അക്യൂസ്ഡ് ടു ബി ബ്രോട്ട്. നോർമലി ഏത് കേസിലും ആ സമൻസേ അയക്കുള്ളൂ കോടതികൾ. ഈ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസ് ഇല്ല എങ്കിൽ ഒഫൻസ് വാറണ്ട് ട്രയൽ ആണെങ്കിലും ഫയൽ എടുത്താൽ ആദ്യം സമൻസ് അയക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ വേറെ ഡൗട്ട് വരും. സപ്പോസ് പിന്നെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, എക്സ്ക്ലൂസീവ് ട്രൈബൽ കോർട്ട് ഓഫ് സെഷൻ ആണ് തരുന്നത്. എക്സ്ക്ലൂസീവ് ട്രൈബൽ കോർട്ട് ഓഫ് സെഷൻ. അപ്പൊ നമ്മൾ നേരത്തെ 224 പ്രകാരമുള്ള അതൊക്കെ കടന്നു, എൻക്വയറി ഒക്കെ കണ്ടക്ട് ചെയ്തു, എല്ലാ സാക്ഷികളെയും വിസ്തരിക്കാൻ പറഞ്ഞു, എല്ലാ സാക്ഷികളൊക്കെ വിസ്തരിച്ചു. അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് അതില് ഇപ്പൊ ഞാനൊരു ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 302 കേസാണെന്ന് കരുതുക. 302 കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് വരാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. 302 കേസ് ഫയൽ ചെയ്തു. അപ്പോ മജിസ്ട്രേറ്റ് ഫയലിലെടുത്തു, CP ആയിട്ട് ഫയലിലെടുത്തു, കമ്മിറ്റഡ് പ്രൊസീഡിങ്സ്. അവിടെ സമൻസ് ഇഷ്യൂ ചെയ്യണോ അതോ വാറണ്ട് ഇഷ്യൂ ചെയ്യണോ? സമൻസ് പോരെ? വാറണ്ടിന്റെ പർപ്പസ് പറഞ്ഞിട്ട് കമ്പൽ ദ അപ്പിയറൻസ് അല്ലേ? അവർക്ക് അയാൾ വന്നിട്ടില്ലെങ്കിൽ ചെയ്താൽ പോരെ? സമൻസ് പോരെ?
അപ്പൊ സമൻസ് അയച്ചു അയാള് കോടതിയിൽ ഹാജരായി എന്ന് കരുതുക. കോടതിയിൽ ഹാജരായി, സമൻസ് നിയമപ്രകാരം അയാൾ കോടതിയിൽ ഹാജരായി. അയാളെ പിന്നെ എന്ത് ചെയ്യും? അയാൾ ജാമ്യത്തിൽ വിടാൻ പറ്റുമോ? പറ്റുമോ? മജിസ്ട്രേറ്റിനോ? ആർക്ക്? മജിസ്ട്രേറ്റിനോ? പറ്റും. പറ്റുമോ? പറ്റും. പറ്റില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എന്ത് പറയുന്നു? മറ്റുള്ളവർ എന്ത് പറയുന്നു? മുഹമ്മദ് പറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. എന്ത് പറയുന്നു മറ്റുള്ളവർ? പറയൂ ടക്കത്തെ ആൻസർ പറയൂ. എല്ലാരും ഇല്ലേ? ചോദ്യം മനസ്സിലായില്ലേ? സമൻസ് കൈപ്പറ്റി അയാൾ കോടതിയിൽ ഹാജരായി അയാൾ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. അപ്പോ ബെയിൽ കൊടുക്കാൻ പറ്റുമോ? നിർബന്ധമില്ല സർ. നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച കൊടുക്കാന്നാണ്. അങ്ങനെയല്ല സർ, കൊടുത്തേ പറ്റുള്ളൂ എന്ന് കാണില്ലായിരിക്കും, അറിയില്ല സർ. കൊടുത്തേ പറ്റുള്ളൂ എന്നല്ല, കൊടുക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. നജ്മൽ എന്ന് പറയണത് ക്ലിയർ ആകുന്നില്ല നജ്മലെ. മുഹമ്മദ് പറയണത് കൊടുക്കരുതെന്ന് എവിടെയും പറയണില്ല എന്നാ. 437 എന്താ പറയണ? CRPC 437 ക്ലോസ് 1. അല്ല വേണ്ട, 302 കേസിൽ മനുഷ്യരുടെ ജാമ്യം കൊടുക്കാമോ? കൊടുക്കാം. 437 പ്രകാരം. 437 പ്രകാരം എന്ന് പറയുന്നില്ല. ഈസ് നോട്ട് എക്സ്പ്രസ്ലി, ദ മജിസ്ട്രേറ്റ് ഈസ് നോട്ട് എക്സ്പ്രസ്ലി ബാർഡ്. So he can positively use his discretion. Discretion അല്ല ജാമ്യം ഡിസ്ക്രിപ്ഷൻ അല്ലേ? ഡിസ്ക്രിപ്ഷൻ കൊടുത്താ പിന്നെ പണി ചെയ്യേണ്ടി വരികയല്ലേ? അതെനിക്ക് മനസ്സിലായി. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നമുള്ളൂ. അല്ലല്ല, no, there is no discretion. There is no discretion. Magistrate has no power to release a bail in a 302 matter. Why you stated in CRPC 437 437 ക്ലോസ് 1 സബ് ക്ലോസ് 1 എന്താ പറയണത്? കൊടുക്കാൻ പാടില്ല എന്നാണ്. അതായത് ഡെത്ത് പണിഷ്മെന്റ് ഉള്ളത്, ഇംപ്രിസണോ ഡെത്ത് പണിഷ്മെന്റ് ഉള്ളത് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അത് പറ്റിയൊരു പുതിയ അറിവ് പോലെ പറ്റത്തില്ല. എക്സ്പ്രസ് ബാറാണ്. പുതിയ അറിവാണ് സാർ. ഞാൻ പറ്റും കേസ് നടത്താവുന്ന സെഷൻ കോടതി നടത്തുന്ന കേസിലെ വെയിൽ കൊടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ഓഫൻസിന് കുഴപ്പമില്ല എന്നല്ല സാർ പറയണത്. ഡെത്ത് പെനാൽറ്റി അല്ലാതെ സെഷൻസ് ഓഫൻസിൽ ബെയിൽ കൊടുക്കണേന് തടസ്സമല്ല എന്നല്ലേ? 302 ഡെത്ത് പെനാൽറ്റി അല്ലേ? ഗതിയിൽ സെഷൻസ് ഓഫൻസിന് മജിസ്ട്രേറ്റിന് കൊടുക്കാം. എന്റെ ചോദ്യം അതല്ലല്ലോ. സെഷൻസ് ഓഫീസിന് കൊടുക്കാൻ പറ്റിയ ചോദ്യം 302 മാറ്ററിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓർ ലൈഫ് ഇംപ്രിസൺമെന്റ് ഉണ്ടല്ലോ ഒരു ഒഫൻസിന്, മജിസ്ട്രേറ്റ് ഈസ് നോട്ട് ഹാവിംഗ് പവർ ടു ഗ്രാന്റ് ബെയിൽ. കേട്ടോ, കൊടുക്കാൻ പറ്റത്തില്ല. എക്സ്പ്രസ് ആയിട്ട് ക്ലോസ് 1 അതാണ് പറയണേ. Such a person shall not be released on bail
If there appear reasonable grounds for believing that he has been guilty of an offense punishable with imprisonment of life. Not to matter, magistrate is powerless. കേട്ടോ? പിന്നെ സെഷൻ സർവീസിൽ കൊടുക്കാവോ എന്നുള്ള കാര്യം നിങ്ങൾ ഞാനൊരു ഡിസിഷൻ പറഞ്ഞു തരാം, അത് വായിച്ചാൽ മതി. AR 2001 AR 1444 കൊടുക്കരുതെന്നാ പറയണം. സർ പറയുന്നുണ്ട് സർ 437 ക്ലോസ് 1 പറയുന്നുണ്ട്, സബ് ക്ലോസ് 1 പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ പ്രൊഫഷനിലേക്ക് വരാം. ഞാൻ അത് ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് 302 ആണെങ്കിൽ നോർമലി സമൻസ് അയക്കുന്നത് അബദ്ധമായിരിക്കും. അവിടെ വാറണ്ട് അയക്കോ അല്ലെങ്കിൽ എന്ത് വെച്ചാൽ സമൻസ് അയച്ച ഒരാൾ വന്നാൽ അയാളെ തിരിച്ച് അയാൾ ലോ അബൈഡിങ് സിറ്റിസൺ ആണ്, ഹി അപ്പിയർഡ് ഇൻ ലിയോ സമൻസ് ഇൻ പേഴ്സൺസ് സമൻസ്, അതിന് നീ പോകണ്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? അവിടെ മജിസ്ട്രേറ്റ് നോർമലി ഒരു വാറണ്ട് വേണം അയക്കാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സമൻസുമായിട്ട് വന്ന് രാവിലെ വീട്ടിൽ നിന്ന് സമൻസുമായിട്ട് വന്ന് എന്റെ സമൻസ് ഞാൻ വന്നു, അതിന് നീ പോകണ്ട എന്ന് പറഞ്ഞ അകത്തോട്ട് വിടണ്ട. അപ്പൊ അവിടെ ഈ ബി അനുസരിച്ചിട്ട് ഒരു വാറണ്ട് കേസ് എന്ന നിലക്ക് മജിസ്ട്രേറ്റ് ക്യാൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഹി ക്യാൻ ഇഷ്യൂ വാറണ്ട്. എല്ലാ കേസിലും വേണം നിർബന്ധം ഇല്ലെന്നാ പറയണം. വാറണ്ട് കേസിൽ സമൻസ് അയക്കാം. എന്നാൽ സാഹചര്യം അങ്ങനെയാണെങ്കിൽ വാറണ്ട് അയക്കുന്നതിന് തടസ്സമില്ല. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, മറ്റേ അത് പുതിയ ഇലക്ട്രോണിക് മീൻസിൽ സമൻസ് അയക്കാം, പുതിയ വെച്ചിട്ടാണ്. ഇനി പറയുന്നതാണ് പ്രാക്ടിക്കലായിട്ടൊരു സംശയമാണ്. എന്താണ്? പക്ഷെ പല അഡ്വക്കേറ്റ്സും റേപ്പ് കേസിലൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ ബെയിൽ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. റേപ്പ് അതേപോലെ ഗേവ് ഒഫൻസുകളിലൊക്കെ ഇംപ്രിസൺമെന്റ് പുറമെ ലൈഫ് ആകാവുന്ന കേസുകളിലും മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയുള്ള കേസിൽ മജിസ്ട്രേറ്റിന് കൊടുക്കാം. ലൈഫ് ഓർ ഡെത്ത് വരുന്നതിൽ കൊടുക്കാൻ പറ്റൂല. ലൈഫ് മാത്രമുള്ളതിനെ കൊടുക്കാം, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ 326 പണിഷ്മെന്റ് എത്രയാ? 326 IPC പണിഷ്മെന്റ് എത്രയാ? 10 year അല്ലേ? ലൈഫ് ഇംപ്രിസൺമെന്റ് 10 year. ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. ട്രയൽ മജിസ്ട്രേറ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പോ പിന്നെ ഈ എക്സ്പ്രസ് ബാറുള്ളത് ഈ പണിഷ്മെന്റ് ഇങ്ങനെ വരുന്നതിനാണ്. ഏതാ? ലൈഫ് ഓർ ഡെത്ത്. അല്ല, ലൈഫ് മാത്രമുള്ളതല്ല, അത് ആ ഡിസ്ജൻറ്റീവും കൺജൻറ്റീവായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ബെയിൽ പഠിക്കുമ്പോൾ കൂടുതൽ വിശദമായിട്ട് അത് പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോർമലി ഒരു സമൻസ് അയക്കണതിൽ പകരം വാറണ്ട് അയക്കണം എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നോ സമൻസ് or warrant shall be issued against the accused under subsection until a list of prosecution witness has been filed. അന്യായത്തോടൊപ്പം ഒരു സാക്ഷ്യം പട്ടികയോട് കൊടുത്തില്ല എങ്കിൽ പ്രോസസ് അയക്കാൻ പാടില്ല, വാറണ്ട് അയക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ദാറ്റ് ഈസ് എ കേസ് ഇൻ വിച്ച് എ മജിസ്ട്രേറ്റ് ഷാൽ നോട്ട് ഇഷ്യൂ എ സമൻസ് ഓർ എ വാറണ്ട്. എപ്പോഴാണ്? until a witness list has been filed along with the complaint. അയക്കരുതെന്ന് പറയുന്നുണ്ട്. ഇനിയുണ്ട്, എന്താണ്? In a proceeding institute upon a complaint made in writing, every summons or warrant under subsection 1 shall be accompanied by the copy of such complaint. ഏതെങ്കിലും കോടതികൾ നടത്തുന്നുണ്ടോ? അതായത് പ്രൈവറ്റ് കംപ്ലൈന്റിൽ സമൻസ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ അന്യായത്തിന്റെ കോപ്പി കൂടെ വേണം. നമ്മൾ സാധാരണ CPC സിവിൽ കൂട്ടത്തില് പ്ലീഡിംഗ് കോപ്പി അയക്കാറുണ്ട്. ഈ പിന്നെ പ്രൈവറ്റ് കംപ്ലൈന്റില് അങ്ങനെ അയക്കാറില്ല, പക്ഷെ അയക്കണം. നമ്മളാരും ചോദിക്കാറുമില്ല, അല്ലേ? നമ്മളാരും ചോദിക്കാറുമില്ല. അപ്പോ ആ സമൻസോടൊപ്പം അന്യായത്തിന്റെ കോപ്പി കൂടെ പ്രതിക്ക് അയച്ചു കൊടുക്കണം. Then any law for the claim any process fees or other fees, ഷെഫീഖിന്റെ അത് അൺമ്യൂട്ട് ചെയ്തോളൂ, are payable. No process shall be issued until fees are paid. If such fees are not paid within a reasonable time, magistrate may dismiss the complaint. അപ്പോ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ കൂടെ വന്നു. നേരത്തെ പ്രൊവിഷൻ 226 ആയിരുന്നു. ഇവിടെ
227 അനുസരിച്ചിട്ട് 227(4) പഴയ 204(4) ആണ് അനുസരിച്ച് കംപ്ലൈന്റ് ക്യാൻ ബി ഡിസ്മിസ്ഡ്. എപ്പോഴാണ്? ഇഫ് ദി കംപ്ലൈന്റ് ഫെയിൽസ് ടു റെമിറ്റ് ദ പ്രോസസ് ഫീ. അത് അങ്ങനെ ആദ്യം റെമിറ്റ് ചെയ്തില്ല, അത് പെട്ടെന്ന് തള്ളാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യണം? അതിനൊരു അവധി കൊടുക്കണം. എന്താണ്? ഇത്ര നാളിനുള്ളിൽ ടേക്ക് സ്റ്റെപ്സ് റെമിറ്റ് ഫോർ ഫീ വിത്തിൻ 15 days, അങ്ങനെ ഒരു റീസൺ ടൈം കൊടുത്തിട്ട് ആ ടൈമിനുള്ളിൽ വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? 204(4) അനുസരിച്ച്, ഇപ്പോഴത്തെ 227(4) അനുസരിച്ച് അത് ഡിസ്മിസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ഡിസ്മിസ് ചെയ്താൽ പ്രൈവറ്റ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈന്റ് ഈസ് ഡിഫൈൻഡ്. കംപ്ലൈന്റ് എന്താ പറഞ്ഞിരിക്കണേ? അല്ല, കംപ്ലൈന്റ് എന്നല്ലേ വേർഡ്? കംപ്ലൈന്റ് എന്നല്ലേ പറയണ? അല്ല 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 നമ്മൾ ഇനി പറയണതൊക്കെ കംപ്ലൈന്റ്, പ്രൈവറ്റ് കംപ്ലൈന്റിലാണ്. എന്താണ്? പിന്നെ എനി ലോ ടൈം യൂസ് എനി പ്രോസസ് ഡിസ്മിസ് ദ കംപ്ലൈന്റ്. കംപ്ലൈന്റ് ആണ്. കംപ്ലൈന്റ് ഡെഫിനിഷൻ പഠിക്കുമ്പോൾ ഒരു വേർഡ് നമ്മളോട് ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളണം. എന്തുവാ ആ വേർഡ്? എന്തുവാ? കംപ്ലൈന്റ് ഡെഫിനിഷന്റെ അവസാനത്തെ ഒരു വാചകമുണ്ട്. A complaint means any allegation made orally or in writing to a magistrate with a view to taking action under this Sanhita that some person, whether known or unknown, has committed an offense but does not include a police report. അപ്പൊ കംപ്ലൈന്റ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിനകത്ത് എന്ത് വരില്ല? പോലീസ് റിപ്പോർട്ട് വരില്ല. ഇപ്പൊ കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് റിപ്പോർട്ട് വരത്തില്ല. ഇത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു കംപ്ലൈന്റ് ഓൺലി. മനസ്സിലായില്ലേ? ഇപ്പൊ പോലീസ് ചാർജ് കേസിൽ എന്തുകൊണ്ട് ആപ്ലിക്കബിൾ ആകാത്തത്? പ്രോസസ് ഇഷ്യൂ ചെയ്തില്ലെങ്കിൽ പ്രോസസ് ഇഷ്യൂ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, റെമിറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അത് നിങ്ങളെ റൂൾസ് ഓഫ് പ്രാക്ടീസിന്റെ 206 നമ്മുടെ പ്രോഷമുണ്ട്. 206 റൂൾസ് ഓഫ് പ്രാക്ടീസിൽ സാധാരണ 311 പെറ്റീഷൻ ഒക്കെ ഫയൽ ചെയ്യുമ്പോഴേ പ്രോസസ് നടക്കണമെന്ന് പറയാറില്ലേ? ശരിക്കും പ്രോസസ് ആരാണ്? സാർ ക്ലിയർ അല്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നോ? ശരി, അത് 206 ഹോട്ട്സ്പോട്ട് ആയതുകൊണ്ട് 206 എടുക്ക പോലും. കേക്കാവോ ഞാൻ പറയണേ? ഞാനത് റൂൾസ് ഓഫ് പ്രാക്ടീസ് നിങ്ങൾ 206 അതിനകത്ത് ദ കേസസ് ഇൻ വിച്ച് ദ ഗവൺമെന്റ് പേ ബാറ്റ എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. അതിനകത്ത് സർക്കാരിന്റെ കാര്യങ്ങൾ. അതിനകത്ത് 311 പറ്റി കിടക്കുന്ന വിറ്റ്നസിന് പോലും ഗവൺമെന്റ് ബാറ്റ അടക്കണമെന്നാ പറയുന്നത്. മനസ്സിലല്ല? അപ്പൊ ഈ ബാറ്റ അടക്കണമെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് കംപ്ലൈന്റ് കാര്യത്തിലാണ്. അത് ഡിസ്മിസിനകത്ത് കംപ്ലൈന്റ് വരുന്നത് കംപ്ലൈന്റിനെ ആപ്ലിക്കബിൾ ഉള്ളൂ, നോട്ട് പോലീസ് റിപ്പോർട്ട്. എന്തുകൊണ്ടാ? കാരണം പോലീസ് റിപ്പോർട്ട് ഇസ് നോട്ട് എ കംപ്ലൈന്റ്. മനസ്സിലേ? അപ്പൊ ഇത് പ്രൈവറ്റ് കംപ്ലൈന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത്രയും പഠിച്ചതിനിടയ്ക്ക് 2 ഡിസ്മിസൽ പറഞ്ഞു. ഒന്ന്
ഡിസ്മിസൽ അണ്ടർ 226, ഒന്ന് ഡിസ്മിസൽ അണ്ടർ 227(4). അതായത് പഴയ 204(4) പ്രോസസ് ഫീ റെമിറ്റ് ചെയ്തില്ലെങ്കിൽ അതും സ്പെസിഫൈഡ്, അത് മനസ്സിൽ ഓർത്തോണം, സ്പെസിഫൈഡ് ടൈമിനുള്ളില്ല, വിത്തിൻ എ റീസണബിൾ ടൈം. നോർമലി കോടതി ഒരു ഡയറക്ഷൻ കൊടുക്കണം, എന്താണ്, റെമിറ്റ് ദ ഫീസ് വിത്തിൻ 7 days ഒന്നോ 15 days ഒന്നോ കൊടുക്കും. ഫെയിലിംഗ് വെച്ച് ദ കംപ്ലൈന്റ് ക്യാൻ ബി ഡിസ്മിസ്ഡ് അണ്ടർ സെക്ഷൻ 227(4). അതെ, എടുക്കാം. അല്ല, ഈ ആദ്യത്തെ ഭാഗം എല്ലാം രണ്ടിനും ആപ്ലിക്കബിൾ ആയിട്ട് വരും. എവിടെ കംപ്ലൈന്റ് എന്ന് മാത്രം പറയുന്നു അവിടെ കംപ്ലൈന്റ് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ആപ്ലിക്കബിൾ ആണ്. പിന്നെ അതായത് പോലീസ് ചാർജ് കേസിൽ വരുമ്പോ കോടതി പരിശോധിച്ചിട്ട് സമൻസ് കേസാണെങ്കിൽ സമൻസ് അയക്കണം, വാറണ്ട് കേസാണെങ്കിൽ വേണേ വാറണ്ട് അയക്കാം, വേണേ സമൻസ് അയക്കാം. അതെല്ലാം ജനറലി വരുന്നതാണ്. പക്ഷെ ഇത് കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്? കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്നത് അത് പ്രൈവറ്റ് കംപ്ലൈന്റിൽ ഫീസ് അടച്ചില്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യാം. മനസ്സിലായി? ഇനി നമ്മൾ ഈ പ്രൊവിഷൻ പഠിച്ചല്ലോ, ഈ 227(4). ഈ 227(4) അനുസരിച്ച് ഒരു അന്യായം തള്ളിക്കഴിഞ്ഞെന്നാൽ നമ്മള് ഇതിനകത്തൊരു 499 439 അതെടുത്ത BNSS 439, പഴയ 398. എടുത്തോ. 439 ഭാഗ്യലക്ഷ്മി ഇത് വായിക്കോ? 439. Yes, sir. Section 439, power to order inquiry on examining any record under Section 438 or otherwise, the High Court or the Sessions Judge may direct the Chief Judicial Magistrate by himself or by any of the magistrates subordinate to him to make, and the Chief Judicial Magistrate may himself make or direct any subordinate magistrate to make further inquiry into any complaint which has been dismissed under Section 226 or subsection 4 of Section 227, or into the case of any person accused of an offence who has been discharged. അപ്പൊ ഇവിടെ ഈ 227(4) അനുസരിച്ചിട്ട് ഒരു ഡിസ്മിസൽ വന്നാൽ 439 അനുസരിച്ചുള്ള ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. മനസ്സിലായി? അത് പവർ ഓഫ് റിവിഷൻ പറയുന്ന ആ ഭാഗത്ത് വരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ 227(4) അനുസരിച്ച് ഒരു കംപ്ലൈന്റ് ഡിസ്മിസ് ചെയ്താൽ നമ്മുടെ റെമഡി എന്ന് പറയുന്നത് വി ക്യാൻ മൂവ് എ റിവിഷൻ പെറ്റീഷൻ ബിഫോർ ദി സെഷൻസ് കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട്. അപ്പൊ കൺകറന്റ് ജൂറിസ്ഡിക്ഷൻ അവിടെ സെഷൻസ് കോർട്ടിൽ. അപ്പൊ ആ പ്രൊവിഷൻ ഒന്ന് ഓർത്ത് വെച്ചോളണം കേട്ടോ. 227, 226 ഡിസ്മിസ് ചെയ്താലും 227(4) അനുസരിച്ച് ഡിസ്മിസ് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ 227(5) നമ്മൾ നേരത്തെ വായിച്ചു. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സെക്ഷൻ 90 ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ സമൻസ് അയക്കുന്നതിനകത്ത് സമൻസ് അയക്കേണ്ട കേസുകളിൽ വേണമെങ്കിൽ കോടതിക്ക് സെക്ഷൻ 90 പറയുന്ന സർക്കംസ്റ്റൻസ് അനുസരിച്ചിട്ട് വാറണ്ട് അയക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സമൻസ് ഒക്കെ അയച്ചു കഴിഞ്ഞു. സമൻസ് അയച്ചു, കോടതി പ്രതിക്ക് ഇതൊക്കെ നോക്കിയിട്ട് സമൻസ് അയച്ചു. 226 ഡിസ്മിസൽ ഇല്ല. 227 അനുസരിച്ച് സമൻസ് അയച്ചു, പ്രോസസ് അയച്ചു, സമൻസ് അയച്ച് കഴിയുമ്പോൾ 228 എന്നൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് നിങ്ങളത് കോടതിയിൽ സാധാരണ കണ്ടിരിക്കും. എന്താണ്? പ്രതിയെ കോടതിയിൽ ഹാജരാകാതെ വരുന്ന എക്സംഷൻ അല്ലേ? നമ്മൾ സാധാരണ കോടതിയിൽ ഫയൽ ചെയ്യുന്ന 2 തരം ആപ്ലിക്കേഷനാണ്. എക്സ്ക്യൂസ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും, എക്സംഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. എക്സ്ക്യൂസ് ആപ്ലിക്കേഷനും എക്സംഷൻ ആപ്ലിക്കേഷൻ. എക്സ്ക്യൂസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം വരാത്തതിന് എക്സ്ക്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. എക്സംഷൻ എന്ന് പറഞ്ഞാൽ
കോടതിയിൽ ഹാജരാകുന്നതിന് അതായത് അദ്ദേഹം എക്സെപ്റ്റ് ചെയ്തിട്ട് അയാൾക്ക് പകരം വക്കീൽ ഹാജരാകുന്ന ഒരു പ്രൊവിഷനാണ്. 2 പ്രൊവിഷൻ ഉണ്ട് അതിനകത്ത്. ഒന്ന് നമ്മുടെ പഴയ 207-ഉം പിന്നെ 317-ഉം, സോറി 205-ഉം 317-ഉം. ഇപ്പോഴത്തെ 228-ഉം എന്താണ് 355, 228, 355 രണ്ടും എക്സംഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പോ 228 വായിക്കാം. 228 ഒന്ന് വായിച്ച ആദ്യത്തെ ലക്ഷ്മി ഒന്ന് വായിക്കൂ. 228 Section 228. Magistrate may dispense with the personal attendance of accused. Clause 1. Whenever a magistrate issue a summons, he may, if he sees his reason so to do, dispense with the personal attendance of the accused and permit him to appear by his advocate. Clause 2. But the magistrate inquiring into or trying the case may, in his discretion at any stage of the proceeding, direct the personal attendance of the accused and, if necessary, enforce such attendance in the manner herein before provided. അതായത് സമൻസ് അയക്കുമ്പോൾ തന്നെ കോടതിക്ക് പ്രതിക്ക് സമൻസ് അയക്കുമ്പോൾ തന്നെ പ്രതിക്ക് അപ്പിയറൻസ് എക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ്. ഉദാഹരണത്തിന് ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കോടതിയിൽ ഹാജരാകുക തന്നെ വക്കീൽ മുഖാന്തരം ഹാജരാകുന്ന പ്രൊവിഷനാണ് 205 എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ സാധാരണ വേറൊരു പെർമനന്റ് എക്സംഷൻ എന്നൊക്കെ പറയുന്നത്. സമൻസ് അയക്കുമ്പോൾ തന്നെ കോടതിയിൽ ഹാജരാകാതെ വക്കീൽ മുഖാന്തരം അത് അപ്പൊ അതങ്ങനെ കൊടുക്കുന്ന സമയത്ത് ട്രയൽ സമയത്ത് കോടതിക്ക് വേണമെങ്കിൽ അയാളോട് ഹാജരാകാൻ ആവശ്യപ്പെടും. മനസ്സിലായില്ലേ? അപ്പൊ ബെയിൽ എടുക്കേണ്ട കേസുകളാണെങ്കിൽ സാർ 205 അനുസരിച്ച് ബെയിൽ എടുക്കേണ്ട കേസുകൾക്ക് പെർമനന്റ് ആയിട്ട് എങ്ങനെ ഇതാവുക? അല്ല, 205 അനുസരിച്ചിട്ട് സമൻസ് അയക്കുമ്പോ തന്നെ പറയുന്നുണ്ട്. ഒരു കാര്യം നോക്കിയാൽ നിങ്ങള് ഈ അതിന്റെ ഈ ആ ഫോംസില് ഫോം നമ്പർ 1 എന്ന് എടുത്തേ. ഫോം നമ്പർ 2 ഫോം നമ്പർ 2 വേറാസ് യുവർ അറ്റൻഡൻസ്, അതാദ്യം കോടതി അയക്കണ സമൻസ് ആണത്. വേറൊരു അറ്റൻഡൻസ് നെസസറി ആൻസർ ടു എ ചാർജ്, യു ആർ ഹിയർ ബൈ റെക്വയർഡ് ടു അപ്പിയർ ഇൻ പേഴ്സൺ ഓർ ബൈ ആൻ അഡ്വക്കേറ്റ് എന്നാ പറയണേ അല്ലേ? സമൻസിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്, ഓർ ബൈ ആൻ അഡ്വക്കേറ്റ് ബിഫോർ ദി കോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ സപ്പോസ് ഒരു ജാമ്യം എടുക്കാത്ത കേസാണെങ്കിൽ കോടതിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 90 സെക്ഷൻ 88 പഴയ 88 പ്രകാരം ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറയാൻ വേണമെങ്കിൽ, അപ്പോൾ ജാമ്യം എടുക്കാതെ ഉള്ള കേസിൽ വേണമെങ്കിൽ ജാമ്യം എടുക്കാൻ പറയാം. ജാമ്യം എടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. പക്ഷെ കോടതിക്ക് ഫർദർ ആയിട്ട് ഇയാൾ കോടതിയിൽ അപ്പീർ ചെയ്യണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അയാളൊരു 88 പ്രകാരം ഒരു ജാമ്യം എഴുതി വെക്കാൻ പറയാം. പക്ഷെ സെക്ഷൻ പറയണത് അങ്ങനെയല്ല. സമൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ കോടതിയിൽ പിന്നെ അയാൾക്ക് ഹാജരാകാതെ വക്കീൽ മുഖാന്തരം അപ്പിയർ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രയൽ തുടങ്ങി കഴിയുമ്പോൾ പ്രതിയുടെ ആവശ്യം വരും ചില സന്ദർഭത്തിൽ, ഇല്ലേ? എങ്ങനെ ആവശ്യം തന്നെ? ഒരു ക്രിമിനൽ ട്രയലില് പ്രതിയുടെ ഐഡന്റിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഐഡന്റിറ്റി, വിറ്റ്നസ് ഷുഡ് ഐഡന്റിഫൈ ദി അക്യൂസ്ഡ് ബിഫോർ ദ ഡോഗ്. അപ്പൊ എക്സംഷൻ എടുത്ത ആളിന് ചില കണ്ടീഷൻസ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് ഈ 205 228 അങ്ങനെ പറയുന്നില്ല. പക്ഷെ അതേ സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. അതിനകത്ത് കൃത്യം ഒരു 205 ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ 225 ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കണം, എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അതും 370 തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് പലർക്കും അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഈ പെർമനന്റ് എക്സംഷൻ 205 ആണോ അല്ലെങ്കിൽ 228 ആണോ അത് 317 ആണോ എന്ന് പറയും. ഒരു സംശയം വരും. 317 ഇപ്പോൾ ട്രയലിനുള്ളതാണ്. ഇത് സമൻസ് അയക്കുമ്പോൾ തന്നെ
പ്രതിക്ക് കോടതിയിൽ എക്സംഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാമെന്നാണ് 228 പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ട്രയലിൽ അയാളുടെ പ്രസൻസ് ആവശ്യമുണ്ടെങ്കിൽ കോടതിക്ക് എൻഫോഴ്സ് ചെയ്യാം എന്നാണ് ക്ലോസ് 2 പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടി കണക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഒരു പ്രൊവിഷൻ ഉണ്ട്. ഒരു സ്പെഷ്യൽ വക്കാലത്ത് വേണമെന്ന് പറയുന്നുണ്ട് പേഴ്സണൽ എക്സംഷൻ. റൂൾ 33 പറയുന്നുണ്ട്. ഓക്കെ, സമയം ഇപ്പൊ എത്രയായി? എൻ്റെ നെറ്റ് തീരാറായി. അപ്പൊ നാളെയും BNSSന്റെ ക്ലാസ് തന്നെ ആയിരിക്കും കേട്ടോ. രണ്ടുപേർക്കും സുഖമില്ല, അതുകൊണ്ട് ക്ലാസ് വിൽ ബി കണ്ടിന്യൂ ടുമോറോ. നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവരും ഓർക്കണില്ല കേട്ടോ. അത് ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആണെങ്കിൽ ചെറുതായിട്ട് 90 ആ പ്രദേശത്തൊക്കെ